نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും രഹസ്യവും പരസ്യവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് 1443 ഹിജ്റ വർഷം സഫർ 10 നമ്മുടെ പള്ളിയിൽ ജുമുഅ ആരംഭിക്കുകയാണ്. പടച്ച തമ്പുരാൻ മഹത്തായ അവൻ്റെ ഭവനത്തെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുന്നതാവട്ടെ. യൗമുൽ ജുമുഅ, യൗമുൽ ഇജ്തിമാ, ഒരുമിച്ച് കൂടുന്ന ദിനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. വെള്ളിയാഴ്ചയ്ക്ക് നേരത്തെ യൗമുൽ അറൂബ എന്നാണ് പറയപ്പെട്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ യൗമുൽ ജുമുഅ എന്ന് തന്നെ
പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. ആഴ്ചയിൽ ഒരു ദിനം നേരത്തെ തന്നെ ഇസ്ലാമിക സമൂഹത്തിന് സവിശേഷമായി നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിയർക്ക് അത് യൗമുസ് സബത്ത്, ശാബത്ത് നാൾ അഥവാ ശനിയാഴ്ച ദിവസമാണ് ആ നിലയ്ക്ക് സവിശേഷമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വെള്ളിയാഴ്ചയാണ് ആ നിലയ്ക്ക് നിശ്ചയിക്കപ്പെട്ടത്. ഇസ്ലാമിക സമൂഹം ഒരുമിച്ച് കൂടുകയും അവരുടെ ആത്മീയമായ ചൈതന്യം ഓടിക്കാച്ചിയെടുക്കുകയും അവരുടെ ഇസ്ലാമിക ജീവിതം എങ്ങനെയൊക്കെയാണ് പ്രായോഗികമായിട്ട് രൂപപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയുകയും അറിയിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ജുമുഅ എന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ജുമുഅ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരായ സ്വഹാബിമാർ രേഖപ്പെടുത്തുന്നത്. എന്നാൽ മക്കയിൽ ജുമുഅ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സംഘടിത നമസ്കാരം സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദീന പശ്ചാത്തലത്തിലാണ് ജുമുഅ നടപ്പിലാക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തിയ സ്വഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ജുമുഅ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു 12 പേരും മദീനയിൽ ജുമുഅ നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് 40ഓളം പേർ പങ്കെടുക്കുന്ന ജുമുഅ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് ഖുബാ എന്ന പ്രദേശത്ത്, മദീനയുടെ അതിർത്തി പ്രദേശത്ത് എത്തിച്ചേരുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. 4 നാൾ അവിടെ തങ്ങിയിട്ട് 5ാമത്തെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനി സാലിം എന്ന ഗോത്രക്കാരുടെ പ്രദേശത്ത് ജുമുഅ നിർവഹിച്ചതായിട്ട് ഇബ്നു ഹിശാം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയ്ക്ക് ഇസ്ലാമിക സമൂഹം ആദ്യ ഘട്ടത്തിൽ തന്നെ മദീനയുടെ പശ്ചാത്തലത്തിൽ ജുമുഅ നിർവഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ഈ ദിനത്തിൻ്റെ സവിശേഷത? നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരുപാട് സവിശേഷതകളുണ്ട്. ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ജുമുഅ 9ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഈ ദിനത്തിൽ നാം ഇവിടെ ഒരുമിച്ച് ചേരുന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, നമ്മളിവിടെ ഒത്തുചേർന്നത് ആര് ക്ഷണിച്ചിട്ടാണ്, ആര് വിളിച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ ക്ഷണിച്ചിട്ടാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചിട്ട് ഒരു സംഘം ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു ഇടം അല്ലാഹുവിൻ്റെ ഭവനങ്ങളായിരിക്കും എന്നതാണ്. അത് ആദി ഭവനമായ കഅബാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. ലോകത്തുടനീളമുള്ള ലക്ഷക്കണക്കായ അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇതേപോലെയുള്ള ഒത്തുചേരലുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ നിലക്ക് പടച്ചതമ്പുരാൻ വിളിച്ചിട്ട് ഇസ്ലാമിക സമൂഹം ഒരുമിച്ച് കൂടുന്ന മഹത്തായ ഒരു സംഗമവേദിയാണ് ഇത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇദാ നൂദിയ ലിസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിനത്തിൽ, ഫസ്ഔ, നിങ്ങൾ ഓടിയെടുക്കുവിൻ, ആവേശപൂർവ്വം വന്നെത്തുവിൻ, ഇലാ ദിക്രില്ലാഹ്, പടച്ചതമ്പുരാന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ വിളിച്ചെടുപ്പിക്കാൻ. അതാണ് ഈ ഇടത്തിൻ്റെ, ഇവിടെ നാം ഒത്തുചേർന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ തന്നെ മനുഷ്യകുലത്തെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്, വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ ദിനത്തിന് വിശുദ്ധ ഖുർആൻ യൗമുൽ ജംഅ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്.
ഏതാണ് യൗമുൽ ജംഅ? അത് യൗമുൽ ഖിയാമയാണ് എന്ന് മനസ്സിലാക്കണം. വനുഫിഖ ഫിസ്സൂർ ഫജമഅനാഹും ജംഅ. ഫനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫജമഅനാഹും ജംഅ, നാം സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു യൗമുൽ ജംഅ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നുണ്ട്. യൗമുൽ ജുമുഅയും യൗമുൽ ജംഉം തമ്മിൽ എന്താ ബന്ധം? യൗമുൽ ജുമുഅ തീർച്ചയായും നമ്മുടെ ഈ ജീവിതത്തിന്റെ ആത്മപരിശോധനയുടെ ഘട്ടമാണ്. വിശ്വാസി ഓരോ ജുമുഅയിലും തന്റെ കഴിഞ്ഞുപോയ ഒരാഴ്ചക്കാലത്തെ ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് ഇനിയും അല്ലാഹുവുമായി അടുക്കേണ്ടത് എന്ന് ആത്മപരിശോധന നടത്തി ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണിത്. അങ്ങനെയാണല്ലോ 5 നേരത്തെ നമസ്കാരങ്ങൾ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, അതേപോലെ തന്നെ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജതുനിബത്തിൽ കബായിർ, വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ പടച്ച തമ്പുരാൻ ഈ കാലങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കൊച്ചു തെറ്റുകളൊക്കെ പുറത്തു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ജുമുഅകൾ, ഒരു ജുമുഅയിൽ നിന്ന് അടുത്ത ജുമുഅയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആത്മപരിശോധനയുടെ ഒരു മഹ്ശറാണ് ഇത് എന്ന ബോധ്യം നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു മഹ്ശർ, ഒരു മഹാമഹ്ശർ, ഒരു വിചാരണ വേള വരുന്നു. അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ഓരോ ജുമുഅയും എന്ന ഗൗരവം, ആ ഒരു ഗാംഭീര്യം ജുമുഅയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവണം. ഒന്ന് ഓർത്തു നോക്കൂ, പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ നമ്മൾ സംബന്ധിക്കുകയാണെങ്കിൽ അത് എത്ര ഗൗരവതരമായിരിക്കും. റബ്ബുൽ ആലമീനായ തമ്പുരാൻ വിളിച്ചു കൂട്ടിയ മഹത്തായ ഒരു സംഗമത്തിൽ ഒത്തുചേരുമ്പോൾ എന്നിട്ടും നമ്മൾ ഉറക്കം തോന്നുന്നു. ആലോചിച്ച് നോക്കൂ, അങ്ങനെ സംഭവിച്ചു പോകരുതല്ലോ. പടച്ചോൻ വിളിച്ചിട്ട് അതും എല്ലാവർക്കും ഈ അവസരം ലഭിക്കുന്നില്ല. ലോക്ക്ഡൗൺ കാലത്ത് എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രം പള്ളി തുറക്കപ്പെട്ട സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന്റെ ഭവനത്തിൽ എനിക്കും പടച്ച തമ്പുരാൻ അവസരം നൽകിയിരിക്കുന്നു. ആ നിലയ്ക്ക് എണ്ണപ്പെട്ട ക്ഷണിതാക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളും ഇവിടെ ഒരുമിച്ച് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിന്റെ ഗൗരവവും ഗാംഭീര്യവും നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിന്റെ ജുമുഅയുടെ മറ്റൊരു സവിശേഷത ഖുർആൻ തന്നെ ഉണർത്തുന്നത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. നിങ്ങൾ ദിക്റുല്ലാഹിലേക്ക് ഓടിയെടുക്കുവിൻ. ദിക്റുല്ലാഹിലേക്ക് ഓടിയെടുക്കും. എന്താണ് ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ? ഖുതുബ തന്നെയാണ് ദിക്റുല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ. ഇനി ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ ഖുതുബയും അതോട് അനുബന്ധമായുള്ള ജുമുഅ നമസ്കാരവും എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. ജുമുഅ ദിനത്തിലെ ഖുതുബ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ളയാണ്. അല്ലാഹുവെ ദിക്ർ ചെയ്യുന്ന ഏറ്റവും സവിശേഷമായ ഒരു സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച പള്ളിയിൽ വന്നവരെ മലക്കുകൾ അവർ പള്ളിയിലേക്ക് പ്രവേശിച്ച ആ ക്രമമനുസരിച്ച് അകത്തോട്ട് പ്രവേശിച്ച മിനിറ്റും സെക്കൻഡും ക്രമപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തും എന്നാണ്. എന്നിട്ട് ഇമാം മിമ്പറിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മലക്കുകൾ ആ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് അടച്ചു വെക്കും എന്ന് ഹദീസിൽ വരുന്നുണ്ട്. അവർ എഴുത്ത് നിർത്തിയിട്ട് ദിക്ർ കേൾക്കും എന്നാണ്. ദിക്ർ എന്നതുകൊണ്ട് ആ ഹദീസിലും പരാമർശിക്കുന്നത് ഖുതുബ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ദിക്ർ എന്ന് പറയുമ്പോൾ അതിൽ ഹംദുണ്ട്, അതുപോലെ സ്വലാത്തുണ്ട്, സലാമുണ്ട്, വസിയത്തുണ്ട്, നസീഹത്തുണ്ട്, ഖിറാഅത്തുണ്ട്. ഇങ്ങനെ ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളുടെ ഒരു സങ്കേതമാണ്, ഒരു സംഘാതമാണ് യഥാർത്ഥത്തിൽ ജുമുഅ ഖുതുബ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സും നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തയും എല്ലാം പരിപൂർണമായും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക്താവ് എന്ന അർത്ഥത്തിൽ ഖതീബിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുവാൻ ജാഗ്രതയായ മനസ്സോട് കൂടിയിട്ട് കഴിച്ചു പോകേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അവിടെ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിലേക്ക് ഓടിയടുക്കുവിൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിലേക്ക് ഓടി വരാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓടിക്കിതച്ച് പള്ളിയിലെത്തിയിട്ട് നമസ്കരിക്കാൻ ഒന്ന് ചേർന്നവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. പിന്നെയോ എപ്പോഴാണോ എത്തിച്ചേരുന്നത് അപ്പോൾ പങ്കുചേരുക. അല്ലാതെ റക്അത്ത് ഓടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കരുത്. അപ്പൊ നമസ്കാരത്തിന്റെ ചൈതന്യം ചോർന്നു പോകും. ബാക്കി പിന്നീട് പൂർത്തിയാക്കിയാൽ മതി എന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ ഇവിടെ ദിക്റുല്ലാഹിലേക്ക് ഓടി അടുക്കുവിൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഓട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു സായ പരിശ്രമമാണ്, മുന്നൊരുക്കമാണ്. ജുമാക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം വ്യാഴാഴ്ചകളിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഇന്ന് ജുമയാണല്ലോ എന്നുള്ള ഒരു ഞെട്ടലല്ല ഉണ്ടാവേണ്ടത്. വ്യാഴാഴ്ച തന്നെ അതിനുവേണ്ടി ഒരുക്കം നടത്തുക, വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക, അതുപോലെയുള്ള മുന്നൊരുക്കങ്ങളുണ്ടല്ലോ, നഖം മുറിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം വ്യാഴാഴ്ച മുതൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ ജുമാക്ക് വേണ്ടി ബോധപൂർവം മുന്നൊരുക്കം നടത്തിയിട്ടായിരിക്കണം നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് ഈ ഫസ്അഉ ഇലാ ദിക്രില്ലയുടെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോട് ചേർത്ത് പറയാണ്, നിങ്ങൾ ഇടപാടുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ഉപേക്ഷിക്കുവിൻ, വിട്ടേക്കുവിൻ, പാടെ വെടിയുവിൻ എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ജീവിത വ്യവഹാരങ്ങൾ, കൊള്ളക്കൊടുക്കകൾ, കച്ചവടമായാലും ജോലിയായാലും പഠനമായാലും വിശ്രമമായാലും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം എന്നാണ് പറയുന്നത്. ചിലര് അപ്പൊ കട അടക്കാതെ കടയിൽ മറ്റൊരാൾ ജോലിക്ക് നിർത്തിയിട്ട് പള്ളിയിലേക്ക് വരും. അത് ശരിയാവോ? അത് ശരിയല്ല. അന്ന് ഇസ്രായേലിൽ ചെയ്ത പണി നിങ്ങൾ ഓർക്കുന്നില്ലേ? ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനം നടത്തരുത് എന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരെന്താ ചെയ്തത്? ചാകരയായിട്ട് അവർ അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാകര ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കടൽ തീരത്തേക്ക് മത്സ്യങ്ങൾ ഇങ്ങനെ മതിച്ച് കുളച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? കുറച്ചകലെ ഒരു കുളം കുത്തിയിട്ട് അതിലേക്ക് കടലിൽ നിന്നൊരു ചാല് കീറി കൊടുത്തു. മത്സ്യങ്ങളൊക്കെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ അടച്ചു വെച്ചു. പിറ്റേ ദിവസം വന്നിട്ട് മത്സ്യം പിടിക്കാൻ നോക്കിയതാണ്. ഇതേപോലെ അല്ലാഹുവിന്റെ നിയമങ്ങളെ മറികടക്കാനുള്ള കുറുക്ക് വഴി തേടുന്ന രീതി ഒരിക്കലും സംഭവിക്കരുത്. ഇടപാടുകൾ അവസാനിപ്പിക്കൂ, ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ തന്നെയാണ്. അല്ലാതെ ബദല് സംവിധാനം ഉണ്ടാക്കിയിട്ട് തൽക്കാലം ഞാനൊന്ന് പള്ളിയിൽ മുഖം കാണിച്ചു വരട്ടെ എന്ന് തീരുമാനിക്കാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുപ്രധാനമായ ഒരു വിധിയെ ദുർബലപ്പെടുത്തിയിട്ട് മറ്റൊരു വിധിയെ സ്ഥാപിക്കുകയാണ്. എന്താണ് ദുർബലപ്പെടുത്തിയത്? ളുഹ്ർ നമസ്കാരത്തിന്റെ 4 റക്അത്ത് ദുർബലപ്പെടുത്തി. അതിന് പകരം ഈ ദിക്റുള്ളയാകുന്ന ഖുതുബയും അതോടൊപ്പം 2 റക്അത്ത് ജുമുഅ നമസ്കാരവും സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിനെ ദുർബലപ്പെടുത്തിയിട്ട് മറ്റൊന്നിനെ സ്ഥാപിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ ഗൗരവതരമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നതാണ്. ആ നിലയ്ക്ക് തന്നെ ജുമുഅയെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാതെ എങ്ങനെയെങ്കിലും ജുമുഅ ഖുതുബ കഴിയുമ്പോഴേക്ക് ഓടിപ്പതിച്ച് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ജുമുഅ ദിനത്തിൽ 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ട് ഇളവ് നൽകിയിരിക്കുന്നു എന്ന നിലയ്ക്ക് ഒരിക്കലും നമ്മൾ ജുമുഅയെ കുറിച്ച് കരുതി പോകരുത്. ഇത് ഗുരുതരമായ അബദ്ധമാണ്, വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ആ 2 റക്അത്തിന് പകരമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഖുതുബ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണത തീർച്ചയായും ഖുതുബയ്ക്ക് നേരത്തെ തന്നെ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ലഭിക്കുക എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മൾ ജുമാക്ക് വേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏതോ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ കിതാബിൽ അത് രേഖപ്പെടാതെ പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദൗർഭാഗ്യകരമായിരിക്കും എന്നത് ഓർക്കേണ്ടതുണ്ട്. ഈ വേളയിലെ വസിയ്യത്ത് നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം, പടച്ച റബ്ബുരാന്റെ കൽപ്പനകൾ പാലിക്കണം, അല്ലാഹുവോട് തഖ്വയുള്ളവരാകണം. ഉസീക്കും ബിത്തഖ്വല്ലാഹ് എന്നാണ് മിമ്പറിൽ വെച്ച് എല്ലാ ജുമായിലും നമ്മൾ കേൾക്കുക. ആ തഖ്വ എന്നത് എന്തായിരിക്കും? അത് കേവലം ഭാവങ്ങളിൽ, ഭാവഭാവങ്ങളിൽ, വേഷഭൂഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ തൻ്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇവിടെയാണ് തഖ്വ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ തഖ്വയുടെ വസിയത്ത് ഉൾക്കൊള്ളണം. വസിയത്ത് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ഉപദേശം, കേട്ടാൽ കേൾക്കാം അല്ലെങ്കിൽ ഉറങ്ങാം എന്ന നിലക്കുള്ള ഒന്നായിട്ട് കരുതി പോകരുത്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വസിയത്താണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ മരണാസന്നനാകുന്ന സമയത്ത് ഒരു കാര്യം വസിയത്ത് ചെയ്താൽ നമ്മൾ എങ്ങനെയാ ഓർക്കാം? കണ്ണീരോടല്ലേ ഓർക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഉമ്മാന്റെ വസിയത്താണ്, എൻ്റെ വാപ്പാന്റെ വസിയത്താണ് എന്ന് പറയുമ്പോഴേക്ക് കണ്ണ് നനഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാൽ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ വസിയത്തിന് ആ ഒരു ഗൗരവം നൽകുന്നിടത്ത് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് ആലോചിക്കണം. അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കുക. ആ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അത് അവനവന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ആലോചിച്ച് ഞാൻ എവിടെയാണ് ഇനി ശുദ്ധി വരുത്തേണ്ടത്, അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഇനിയും ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ആത്മവിചാരണ നടത്താൻ ഓരോ ജുമുഅയും നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ കേട്ടുപോകുന്ന ഒരു ഏർപ്പാടായിട്ട് ഇത് മാറിപ്പോകരുത് എന്നതാണ്. الذين يستمعون القول فيتبعون أحسنه. الذين يستمعون القول. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹിദായത്ത് നൽകിയ ബുദ്ധിയുള്ള ബുദ്ധിമാന്മാരായ ആളുകളെ കുറിച്ച് പറയാണ്. അവര് യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ്. എന്നിട്ടോ ഫയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് അവർ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, പടച്ചതമ്പുരാൻ വഴി കാണിച്ചു കൊടുത്തവർ അവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ഓരോ ആഴ്ച ജുമുഅയിൽ സംബന്ധിക്കുമ്പോഴും ഇന്നത്തെ ഖുത്ബയിലൂടെ, ഇന്നത്തെ ഈ ദിക്റുല്ലാഹിലൂടെ ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത് എന്ന ആലോചന നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. മിമ്പറിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ, ആഹ്വാനങ്ങൾ ഓരോന്നും നെഞ്ചേറ്റുവാനുള്ള ഉറച്ച മനസ്സോടു കൂടി ആയിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. അല്ലാതെ കുറേ അറിവുകൾ ഇങ്ങനെ മനസ്സിനകത്ത് കയറിക്കൂടി അതൊരു ദുർമേധസ്സായി മാറുന്ന അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അത് പ്രയോഗവൽക്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് നിഫാഖായിട്ട് മാറും, പിന്നെ അത് കുഫറോളം എത്തിപ്പോകും. കാരണം എല്ലാം അറിയാം, ഒന്നും നടപ്പിൽ വരുത്തുന്നില്ല എന്നത് എത്ര അപകടകരമായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. അതിനാൽ നല്ല നിയ്യത്തുണ്ടാവണം. ഞാൻ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചത് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് നേടിയിട്ട് അതെൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനാണ് എന്ന തീരുമാനം ഉണ്ടാവണം. അങ്ങനെ നമ്മൾ സംസ്കൃതരായി കൊണ്ടേയിരിക്കണം. ആത്മസംസ്കരണം അകത്ത് നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നല്ല വ്യക്തികളും നല്ല കുടുംബങ്ങളും നല്ല സമൂഹവും രൂപപ്പെടണം. അതേപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രശ്നങ്ങളിൽ ഇടപെട്ട് സേവന രംഗത്ത് സജീവമാകുന്ന മനസ്സ് നമ്മിൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ജുമുഅ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിർവഹിച്ച ഖുത്ബകളിലൂടെയാണ് അവിടെ ആ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി രൂപപ്പെട്ട് അവതരിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനിനെ പ്രയോഗവൽക്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിയല്ലോ. ഖുർആൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ അതവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നടപ്പിൽ വരുത്തി പിന്നീട് പടച്ച തമ്പുരാൻ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. വിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ല തന്റേടമുള്ള ആണത്തമുള്ള ഒരു കൂട്ടരെ കണ്ടില്ലേ? സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. പടച്ചവനോട് അവർ ചെയ്ത കരാറുകൾ അവര് ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചിരിക്കുന്നു. വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ. അങ്ങനെ തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവസരം കാത്ത് ക്യൂവിൽ നിൽക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല. ഇതിൽ ഒരു മാറ്റവും സംഭവിക്കില്ല, അവരൊരു മാറ്റവും വരുത്തിയില്ല. ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്ന അന്ത്യനാൾ വരെയും ഇതേ അവസ്ഥ നിലനിൽക്കേണ്ടതുണ്ട്. അതിനാൽ ആ ഒരു നിയത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ജുമുഅയിൽ സംബന്ധിക്കുന്നത്. പടച്ച തമ്പുരാൻ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ
തുറക്കപ്പെട്ട ഈ മഹാസംരംഭത്തെ എല്ലാ നിലയിലും നിലനിർത്തുകയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുന്നതാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصلى الله على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനത്തിലാണ് നാം എത്തിച്ചേർന്നത്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ. സൂര്യനുദിക്കുന്ന ദിനങ്ങളിൽ ഏറ്റവും ഉത്തമം യൗമുൽ ജുമുഅയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതിനാൽ നല്ല മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുന്നതുണ്ട്. ജുമുഅയിൽ ഇളവ് രോഗിക്കും യാത്രക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെയാണ്. സൗകര്യമുണ്ടെങ്കിൽ സ്ത്രീകൾ ജുമുഅയിൽ സംബന്ധിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാവണം ജുമുഅയിൽ എത്തുന്നത്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുക. ഏറ്റവും നല്ല വസ്ത്രം ജുമുഅയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കാൻ ശ്രദ്ധിക്കണം. കുളിക്കണം. ആഴ്ചയിൽ ഒരു കുളി പ്രത്യേകമായിട്ട് നമുക്ക് നിശ്ചയിച്ചത് ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതൊരു സുന്നത്താണ്. അത്തറ പൂശണം. അങ്ങനെ നല്ല ഒരുക്കത്തോടെ ആവേശപൂർവ്വമായിരിക്കണം ജുമുഅയിൽ സംബന്ധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. സൂറത്തുൽ കഹ്ഫ് പാരായണം പള്ളിയിലെത്തിയിട്ടാണെങ്കിൽ അങ്ങനെ നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കാം. പള്ളിയിൽ കഴിച്ചു കൂട്ടുന്ന നിമിഷങ്ങൾ ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി തന്നെ ആവാൻ ശ്രദ്ധിക്കാം. മറ്റു വർത്തമാനങ്ങൾ ഉപേക്ഷിക്കാം. ഖുത്ബ നടക്കുമ്പോൾ സംസാരിക്കുന്ന ആളോട് നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ ജുമുഅ പോലും ബാത്തിലാകും എന്നല്ലേ. അതിനാൽ വളരെ ഗൗരവകരമാണ് വിഷയം എന്ന ബോധ്യം നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനെ സുജൂദ് ചെയ്യാൻ ഖിയാമത്ത് നാൾ വരെയും അവൻ്റെ മാർഗത്തിൽ വഖഫായിട്ടുള്ള ഒരു ഭവനം പടച്ചവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതും ഈ കോവിഡ് കാലത്തിൻ്റെ സകലവിധ പ്രതിസന്ധികൾക്കും ഇടയിലാണ് അൽഹംദുലില്ലാഹ് ഈ ഭവനം നമുക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പള്ളികളിൽ വരാൻ പറ്റാത്ത മിമ്പറുകൾ തേങ്ങിക്കരഞ്ഞിരുന്ന നാളുകൾ നമ്മളാരും മറന്നിട്ടില്ലല്ലോ. അതിൽ നിന്ന് മെല്ലെ മെല്ലെ അന്തരീക്ഷം ഒന്ന് തുറക്കപ്പെടുകയാണ്. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ മഹത്തായ സംരംഭത്തിൽ ആലോചിച്ച് നോക്കും, ഓരോ കല്ലുകൾക്കും നമ്മോട് ഒരുപാട് കഥ പറയാനുണ്ടാവും. ഓരോ മനുഷ്യരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പള്ളി. നമ്മിൽ ഓരോരുത്തരും ഈ മാർഗത്തിൽ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചവരായിരിക്കും, ഒരുപാട് അധ്വാനിച്ചവരായിരിക്കും. അങ്ങനെയാണ് ഇവിടെ സുജൂദ് ചെയ്യാനുള്ള അവസരം പടച്ചവൻ നമുക്ക് തന്നത്. നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് അല്ലാഹുവിൻ്റെ ഭവനത്തിൻ്റെ ശരീരം മാത്രമാണ്. ഈ ശരീരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ എങ്ങനെ പരിപാലിക്കുന്നു അതിനനുസരിച്ചാണ്. ഇതിൻ്റെ ആത്മാവ് നമ്മിൽ ഓരോരുത്തരുമാണുള്ളത്. അതിനാൽ എങ്ങനെയൊക്കെ ഈ ഭവനം സജീവമാകണോ ആ നിലയിലൊക്കെ നിയത്ത് ചെയ്തുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചവനെ ഈ മഹത്തായ സംരംഭത്തെ നീ സ്വീകരിക്കണമേ. അന്ന് ആ വാപ്പയും മോനും പ്രാർത്ഥിച്ചില്ലേ, കഅബാലയം കെട്ടിപ്പടുത്തിട്ട് റബ്ബന തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം റബ്ബേ. പടച്ചവനെ ഈ മാർഗത്തിൽ ഓരോ തരി മണ്ണും സിമന്റ് ചാക്കുകളായും അതുപോലെ കല്ലുകളായും പാതലുകളായും ഫലനായും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ നിലക്ക്
ഏതൊക്കെ സഹോദരങ്ങൾക്ക് സഹകരിക്കാൻ പറ്റിയോ പഠിച്ചോനെ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുന്നവരുടെ ഒരു കാടപ്പക്ഷിക്ക് മുട്ടയിടാൻ മാത്രമുള്ള അത്രയും ചെറുതാണെങ്കിൽ പോലും നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഒരിടം ഭൂമിയിൽ പണിതാല് നിന്റെ സ്വർഗത്തിൽ ഇങ്ങനൊരു വീട് തരാം എന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ പഠിച്ചോനെ. ആ നിലയിൽ ഇതോട് ചേർന്ന് നിന്നവരെല്ലാം അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചവനെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. പഠിച്ചവനെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ കോവിഡ് കാലത്ത് ജോലിയില്ലാത്തവരും പല വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുമുണ്ട് നാഥ. അവരുടെ എല്ലാം വിയർപ്പിൻ്റെ കണം ഈ സംരംഭത്തിലുണ്ട് റബ്ബേ. അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചവനെ നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കോവിഡ് സംബന്ധമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരുണ്ട്. പഠിച്ചവനെ രോഗികൾക്കെല്ലാം ശിഫ നൽകണേ നാഥ. പഠിച്ചവനെ വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മമാർക്കും വാപ്പമാർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കോവിഡ് മഹാമാരിയാൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന, കച്ചവടം തകർന്നു പോയ, ജോലി നഷ്ടപ്പെട്ടു പോയ പഠിച്ചവനെ അങ്ങനെ ഒരുപാട് സഹോദരങ്ങളുടെ റബ്ബേ. അവർക്കെല്ലാം ഹലാലായ ഉപജീവന മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ ഈ പ്രതിസന്ധി കാലത്തിൽ നിന്ന് പ്രതീക്ഷയുടേതായ നല്ല ഒരു നാളെയിൽ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قابل الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا